ഒന്ന് പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്ത ആകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്ത ആകുലതകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഈ സമയം ദൈവവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് വിഷയം ആയിക്കോട്ടെ അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ ആ ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറക്കുമെന്നുള്ള ഉറപ്പിൽ ആയിരിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. വചനം വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് വേണ്ടി ആരും കരുതിയില്ലേലും, ആരും നിങ്ങളെ ഓർത്തില്ലെങ്കിലും, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആരും നിങ്ങളെ സഹായിച്ചില്ലേലും, ഒരാശ്വാസം നിങ്ങൾക്ക് ആരും നൽകിയില്ലേലും, ഈ സമയം വചനം പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലതും കരുതിയിട്ടുണ്ട്. ഈ വചനത്തിലൊന്ന് ശക്തിപ്പെട്ടാട്ട്, ദൈവത്തിലൊന്ന് ആശ്രയിച്ചാട്ട്, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൽ, കർത്താവിൽ നിങ്ങളുടെ വിശ്വാസത്തെ കുറെ കൂടി ബലപ്പെടുത്തിയാട്ട്, ആര് കരുതിയില്ലേലും ദൈവം കരുതിയിട്ടുണ്ട്. കരുതുന്നവനായൊരു ദൈവം നമുക്കുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു.